സ്നേഹക്കൂടിൻ്റെ ഡയറക്ടറും പ്രിയ സഹോദരിയുമായ നിഷ സ്വാമി, എൻ്റെ സഹോദരൻ സുഹൃത്തായ നടൻ ബിജോ, എൻ്റെ സഹപ്രവർത്തകൻ, വേദിയിലുള്ള എൻ്റെ സുഹൃത്തുക്കളെ, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട അപ്പച്ചൻ അമ്മച്ചിമാരെ, എനിക്കിവിടെ വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. കാരണം ഞാൻ എല്ലാവരെയും കണ്ട് ഒന്ന് പരിചയപ്പെട്ടു പോവാം, ഇവിടെ മാറി. ഞാൻ നേരത്തെ ഇതുപോലെ ഈ സ്നേഹക്കൂട് ഞാൻ ബേക്കർ ഹില്ലിൽ ചെന്നായിരുന്നു, പക്ഷെ അന്ന് എനിക്ക് ആരായിട്ട് അങ്ങനെ പരിചയപ്പെടാൻ സാധിച്ചില്ല. അപ്പോൾ ഇവിടേക്ക് പോകാമെന്ന് സഹോദരി പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. അപ്പം ഞാൻ എല്ലാവരും പരിചയപ്പെടാം, ഓരോരുത്തരായിട്ട് തിരക്കാം, അങ്ങനെയൊക്കെയായിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ നിങ്ങളുടെ ഒരു ഉജ്ജ്വല സ്വീകരണമായിരുന്നു. അത് മനസ്സിലിപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതന്നെയാണ് പറയേണ്ടത്. കാരണം നിങ്ങൾ ഓരോ പൂക്കൾ എൻ്റെ കൈകളിലേക്ക് തന്നപ്പോൾ, അപ്പച്ചന്മാരും പ്രിയപ്പെട്ട അമ്മച്ചിമാരും തന്നപ്പോൾ, അത് ശരിക്കും എൻ്റെ മനസ്സിലേക്ക് ഒരു പൂങ്കാവനമായിട്ടാണ് ശരിക്കും വന്നത്. അത് അതിയായ സന്തോഷമുണ്ട്. അതൊന്ന് ജീവിച്ച് മരിക്കുന്നവരും മരിച്ച് ജീവിക്കുന്നവരും. അപ്പോൾ നമ്മളെപ്പോഴും ജീവിച്ച്, ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ആ ജീവിതം ഒരു ചെറിയൊരു ശിശുവിനെ പോലെ നമുക്ക് പ്രകടമാക്കാൻ സന്തോഷത്തോടു കൂടിയും വളരെ ഊർജ്ജസ്വലമായിട്ട് നമുക്ക് മുന്നോട്ട് നയിക്കാൻ കഴിഞ്ഞാൽ അതിൽ പരം ഒരു വരദാനം വേറെ ഒന്നുമില്ല എന്ന് കരുതുന്ന കൂട്ടത്തിലാണ്. കാരണം ആദ്യം തന്നെ ഇവിടെ വന്ന് ഞങ്ങൾ വന്ന് ഇരുന്നപ്പോൾ അമ്പരപ്പിക്കുന്ന ഒരു പെർഫോമൻസ്, ഇലക്ട്രിഫൈങ് പെർഫോമൻസ് ചെയ്ത ആ അമ്മച്ചിമാരെ, പ്രത്യേകിച്ച് അത് ഭയങ്കര ഒരു വൈബായിരുന്നു കേട്ടോ. നിങ്ങൾ ആ ഒരു ചുറുചുറുപ്പ് എപ്പോഴും ഇതാക്കുമ്പോൾ നിങ്ങളൊരു 50-60 വയസ്സ് കുറഞ്ഞ നിലയിലായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ്. അപ്പോൾ അത് നിങ്ങളെ കൊണ്ട് ഇവിടെ ഈ സ്റ്റേജിൽ സാധിക്കാൻ കാരണം തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ഓരോ ചെറിയ ശിശുക്കളാണ്. അപ്പോൾ ആ ശിശുക്കളുടെ എനർജിയും ആ ഒരു സന്തോഷവും ആ ഒരു ചിരിയും എപ്പോഴും നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. അതൊക്കെ ആയിരിക്കും നമുക്ക് ഏറ്റവും വലിയ ഒരു സമ്പത്തെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളിവിടെ കണ്ടതിലും ഇവിടെ എനിക്ക് ഒരുപാട് പേരെ ചെറിയ സമയത്ത് പരിചയപ്പെടാൻ സാധിച്ചതിലും, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കുവാനും ഞാനും ഒരു സ്റ്റുഡൻ്റായിട്ട് ഇന്നത്തെ ഇൻട്രാക്ഷനിൽ കൂടിയതിലും എനിക്ക് എപ്പോഴും സന്തോഷമുണ്ട്. കാരണം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്, നമ്മൾ എല്ലാം ആയിക്കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോൾ നമ്മളൊന്നും ആവുന്നില്ല, മറിച്ച് നമ്മളൊരു സ്റ്റുഡൻ്റ് ആണെന്നുള്ളത് കരുതുമ്പോൾ നമ്മുടെ ജീവിതം ഒരുപാട് നമ്മൾ ആസ്വദിക്കുവാനും സന്തോഷിക്കാനും അതൊരു നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഇന്നിവിടെ എനിക്ക് വന്ന് ചേരുവാനും നിങ്ങളിവിടെ കണ്ടതിലും ഇവിടെ എനിക്ക് ഒരുപാട് പേരെ ചെറിയ സമയത്ത് പരിചയപ്പെടാൻ സാധിച്ചതിലും, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കുവാനും ഞാനും ഒരു സ്റ്റുഡൻ്റായിട്ട് ഇന്നത്തെ ഇൻട്രാക്ഷനിൽ കൂടിയതിലും എനിക്ക് എപ്പോഴും സന്തോഷമുണ്ട്. കാരണം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്, നമ്മൾ എല്ലാം ആയിക്കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോൾ നമ്മളൊന്നും ആവുന്നില്ല, മറിച്ച് നമ്മളൊരു സ്റ്റുഡൻ്റ് ആണെന്നുള്ളത് കരുതുമ്പോൾ നമ്മുടെ ജീവിതം ഒരുപാട് നമ്മൾ ആസ്വദിക്കുവാനും സന്തോഷിക്കാനും അതൊരു നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഇന്നിവിടെ എനിക്ക് വന്ന് ചേരുവാനും നിങ്ങളെ കാണുവാനും നിങ്ങളോട് സംസാരിക്കുവാനും നിങ്ങളുടെ സ്നേഹം കൈപ്പറ്റുവാനും കിട്ടിയതിൽ ഞാൻ ജഗദീശ്വരനെ ഞാൻ സ്നേഹം അറിയിക്കുന്നു. എൻ്റെ ഏറ്റവും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.